അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ അറബികൾക്ക് ഉള്ളൊരു സ്വഭാവമാണ് അവർ യാത്ര പോകുന്ന സമയങ്ങളിൽ പരസ്പരം ഖിദ്മത്ത് ചെയ്യുക, സേവനം ചെയ്യുക എന്നുള്ളത്. അത് അറബികളുടെ ഒരു പതിവാണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഒക്കെയുള്ള ഒരു യാത്രയിൽ അബൂബക്കറിനും ഉമറിനും ഒരു ഖാദിമായി ഒരാളുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും സേവനം ചെയ്യാൻ വേണ്ടി, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ആ വ്യക്തി ഇവരുടെ കൂടെ യാത്രയിലുണ്ടായിരുന്നു. അങ്ങനെ അവര് ഉറങ്ങി. അബൂബക്കറും ഉമറും ഉറക്കത്തിൽ നിന്ന് എണീറ്റു. പക്ഷേ ഈ ഖാദിമായ വ്യക്തി ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടില്ല. അവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കിയിട്ടില്ല. ഈ വ്യക്തി ഉറങ്ങുന്നത് കണ്ട് അബൂബക്കറും ഉമറും അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദാ ലനഊമുൻ, ഇയാളെ നല്ല ഉറക്കക്കാരനാണെന്ന് പറഞ്ഞു. ഇദ്ദേഹം നന്നായി ഉറങ്ങുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തിയെ അങ്ങ് ഉറക്കത്തിൽ നിന്ന് എണീൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അബൂബക്കർ ഉമറും പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി വിവരം പറയണം, അദ്ദേഹത്തോട് സലാം പറയണം, ഞങ്ങൾക്ക് ഭക്ഷണമൊന്നും ആയിട്ടില്ല, ഞങ്ങൾക്ക് കൂട്ടാനും കറിയൊന്നുമില്ല, അതുകൊണ്ട് റസൂലിനോട് പോയി ഭക്ഷണം ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ റസൂലിന്റെ അടുത്തേക്ക് അയച്ചു. ഈ ഖാദിമായ മനുഷ്യൻ റസൂലിനോട് ചെന്ന് കാര്യം പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഹാദാ ലനഊമുൻ, ഈ വ്യക്തി നന്നായി ഉറങ്ങുന്ന വ്യക്തിയാണ്. നഊം എന്ന് പറഞ്ഞാൽ നന്നായി ഉറങ്ങുന്ന ആൾക്കാണ് പറയാ. നായിം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ, നഊം എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞ വിവരം അബൂബക്കറോ ഉമറോ അവരുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ അത് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖാദിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നപ്പോ ആ ഖാദിമായ മനുഷ്യനോട് പറഞ്ഞു, അഖ്ബിർഹുമാ അന്നഹുമാ ഖദ് ഇഖ്തദമാ, നീ അബൂബക്കറിനോടും ഉമറിനോടും പോയിട്ട് പറയണം, അവർ രണ്ടുപേരും നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറയണം. കറിയും കൂട്ടാനും കൂട്ടി അവർ നന്നായി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് അവരോട് പോയി പറയണമെന്ന് പറഞ്ഞു. ഈ വിവരം വന്ന് ഖാദിമായ മനുഷ്യൻ അബൂബക്കറിനോട് ഉമറിനോട് പറഞ്ഞവർക്ക് ബേജാറായി. റസൂൽ എങ്ങനെ പറഞ്ഞല്ലോ, ഭക്ഷണം ചോദിക്കാൻ വേണ്ടി പറഞ്ഞേച്ചതാ. അവർ പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞങ്ങൾ ഈ ഇദ്ദേഹത്തെ അയച്ചത് ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ ഹുബ്സിന്റെ കൂടെ കൂട്ടാനൊന്നുമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അത് നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഖാദിമിനെ ഞങ്ങൾ അയച്ചത്. പക്ഷേ താങ്കൾ പറഞ്ഞു ഞങ്ങൾ നന്നായി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചു എന്ന് താങ്കൾ ഉദ്ദേശിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഅക്ലികുമാ ലഹ്മ അഖീകുമാ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഈ സഹോദരന്റെ പച്ചമാംസം തിന്നിട്ടുണ്ട്. ഇന്നി ലഅറാ ലഹ്മഹു ബൈന തനായാകുമാ, അദ്ദേഹത്തിന്റെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അബൂബക്കറിനും ഉമറിനും കാര്യം മനസ്സിലായി. ഇന്ന ഹാദാ ലനഊമുൻ, ഇയാൾ ഭയങ്കര ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞത് ഒരു ഗീബത്തായി പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മച്ചമാംസം തിന്നിട്ടുണ്ട്, നിങ്ങൾ നല്ല രൂപത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് എന്നവർക്ക് മനസ്സിലായി. റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫസ്തഗ്ഫിർ ലനാ, ഞങ്ങളോട് മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ ഫൽയസ്തഗ്ഫിർ ലകുമാ, ഞാനല്ല ഇസ്തിഗ്ഫാറിനെ തേടേണ്ടത്, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടട്ടെ എന്ന് പറഞ്ഞു, മഗ്ഫിറത്തിനെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. സഹോദരങ്ങൾ, ഈ ചരിത്രത്തിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നിന്ന്, ഇന്ന ഹാദാ ലനഊമുൻ, ഇയാൾ നല്ല ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഗൗരവത്തിലാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങൾ. ഒന്ന്, നമ്മളൊക്കെ നമ്മുടെ സംസാരത്തിൽ ഒരുപാട് നമ്മുടെ സംസാരങ്ങളിൽ വരുന്ന പ്രയോഗങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊക്കെ നിസ്സാരമായി കണക്കാക്കുന്ന കാര്യത്തെ വളരെ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഒന്നതാണ്, വളരെ നിസ്സാരമായി തോന്നുന്ന പലതും നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് അയാൾക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഗീബത്തായി മാറും എന്നുള്ളത് ഈ സംഭവത്തിൽ നമുക്ക് കിട്ടും. രണ്ടാമത്തേത്, അബൂബക്കർ ഉമർ ആരോ ഒരാളാണ് പറഞ്ഞത് ഇന്ന ഹാദാ ലനഊമുൻ, ഇയാൾ നല്ല ഉറക്കക്കാരനാണെന്നുള്ളത്. ആരോ ഒരാളാണ് പറഞ്ഞത്, മറ്റേ വ്യക്തി അഥവാ അബൂബക്കർ ഉമർ ഒരാൾ കേട്ടു, മറ്റൊരാൾ പറഞ്ഞു. ഈ ഹദീസിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം, വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയം അതിൽ കൂടിയുണ്ട്. എന്താണത്?
ഗീബത്ത് പറയുക എന്നുള്ളത് മാത്രമല്ല, ഗീബത്ത് പറയുന്നത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് കിട്ടുമെന്നാണ്. കാരണം അബൂബക്കർ ഉമറോ ആരോ ഒരാളാണ് പറഞ്ഞത്, ഇയാൾ ഭയങ്കര ഉറക്കക്കാരനാണെങ്കിലും. മറ്റേ വ്യക്തി അത് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ അതിനെ എതിർത്തില്ല. പക്ഷെ റസൂലുള്ളാഹി വിമർശിച്ചപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെയും പല്ലുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മാംസം ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ കേട്ടവനാണ്, മറ്റേയാൾ പറഞ്ഞവനാണ്. പക്ഷെ രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. ഗീബത്ത് പറയുക എന്നുള്ളത് തെറ്റാണ്, അത് വൻ പാപമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളത് നമ്മൾ 2 ഖുതുബകളിലൂടെ വ്യക്തമാക്കി. ലാ ഖിലാഫ അന്നൽ ഗീബത മിനൽ കബായിർ, ഗീബത്ത് എന്നുള്ളത് വൻ പാപമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല എന്നുള്ളത് ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് പറഞ്ഞത് നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഗീബത്ത് കേൾക്കുക എന്നുള്ളത്. നമ്മൾ പറയുന്നില്ല എങ്കിലും മറ്റൊരുത്തൻ ഗീബത്ത് പറയുന്നത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ്. ഗീബത്ത് കേൾക്കുക എന്നതിൽ 3 തെറ്റടങ്ങിയിട്ടുണ്ട്, 3 തിന്മകൾ അതിലടങ്ങിയിട്ടുണ്ട്. ഗീബത്ത് കേൾക്കുക എന്നതിൽ ഒന്ന്, ഗീബത്ത് എന്ന് പറഞ്ഞൊരു മോശപ്പെട്ട കാര്യമാണ്. മോശപ്പെട്ട കാര്യം കേൾക്കുക എന്നുള്ളത് തെറ്റാണ്, അതൊരു തെറ്റ്. രണ്ടാമത്തേത്, ഒരു തിന്മയാണ് തന്റെ സഹോദരൻ ചെയ്തത്, ഗീബത്ത് പറയുക എന്നുള്ളത് തിന്മയാണ്. ആ തിന്മയെ അവൻ എതിർത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ കാര്യം, തന്റെ മുസ്ലിമായ സഹോദരനെ കുറിച്ചാണ് അവൻ ഗീബത്ത് പറഞ്ഞത്. ആ മുസ്ലിമായ സഹോദരനെ കുറിച്ച് മോശം പറഞ്ഞപ്പോഴും നമ്മൾക്കൊരു പ്രയാസവും ഉണ്ടായില്ല. നമ്മുടെ സഹോദരനാണ് ആ പറയപ്പെട്ട വ്യക്തിയും, ആ വ്യക്തിയെക്കുറിച്ച് മോശം പറഞ്ഞപ്പോ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രയാസം തോന്നിയില്ല, അതിൽ സന്തോഷിക്കുകയാണ് ചെയ്തത്. പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എതിർക്കുമല്ലോ. അപ്പൊ തന്റെ സഹോദരനെ കുറിച്ച് മോശം പറയുമ്പോൾ മനസ്സിൽ സന്തോഷിക്കുക എന്നുള്ള തെറ്റുകൂടി ഗീബത്ത് കേൾക്കുന്നതിലുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. കാരണം 3 തെറ്റാണ് അതിലുള്ളത്. എത്ര ഗൗരവപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഗീബത്ത് പറയുക എന്നുള്ളത് തെറ്റായതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഗീബത്ത് കേൾക്കുക എന്നുള്ളതും തെറ്റാണ്. എത്രമാത്രം ശ്രദ്ധിക്കണം നമ്മൾ ഈ വിഷയത്തിൽ. ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, നീ മനസ്സിലാക്കണം, അന്നൽ ഗീബത കമാ യഹ്റുമു അലൽ മുഖ്താബി ദിക്റുഹാ, ഒരു ഗീബത്ത് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പറയൽ ഹറാമായതുപോലെ തന്നെ യഹ്റുമു അലസ് സാമിഇ ഇസ്തിമാഉഹാ വഇഖ്റാറുഹാ, കേൾക്കുന്ന വ്യക്തി ആ ഗീബത്ത് കേൾക്കുക എന്നുള്ളതും അതിനെ അംഗീകരിക്കുക എന്നുള്ളതും ഹറാമാണ്. ഫയജിബു അലാ മൻ സമിഅ ഇൻസാന യബ്തദിഉ ബിഗീബത്തിൻ മുഹറമത്തിൻ, ഒരാൾ ഹറാമായ ഗീബത്ത് പറയാൻ തുടങ്ങുന്നത് ഒരുത്തൻ കേട്ടാൽ അൻയൻഹാഉ, അവൻ അതിനെ എതിർക്കണം. ഇല്ലം യഖഫ് ദററൻ ളാഹിറൻ, അവന് പ്രത്യക്ഷമായ ഒരു ബുദ്ധിമുട്ട്, ഒരു ഉപദ്രവം അവൻ പേടിച്ചിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ആ ഗീബത്ത് പറയുന്നതിനെ എതിർക്കണം. ഫൈൻ ഖാഫഹു വജബ അലൈഹിൽ ഇൻകാറു ബിഖൽബിഹി, ഇനി ഗീബത്ത് പറയുന്നതിനെ എതിർക്കുന്നതിന് അവൻ പേടിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം. മാത്രമല്ല വമുഫാറഖതു ദാലികൽ മജ്ലിസ് ഇൻ തമക്കന മിൻ മുഫാറഖതിഹി, ആ സദസ്സിൽ നിന്ന് അവൻ വിട്ടുപോകണം. ആ തിന്മയെ എതിർക്കാൻ അവന് നാവ് കൊണ്ട് എതിർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ അതിനെ ഹൃദയം കൊണ്ട് വെറുത്ത് ആ ഗീബത്ത് പറയുന്ന സദസ്സിൽ നിന്ന് എണീറ്റു പോകണം എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഒരുത്തനെ നാവ് കൊണ്ട് എതിർക്കാൻ സാധിക്കുമെങ്കിൽ അവൻ എതിർക്കുകയും, ഇനി ഗീബത്ത് പറയാൻ തുടങ്ങി നമ്മൾക്ക് അതിലിടപെട്ട് ആ സംസാരം മറ്റൊരു ദിശയിലേക്ക് മാറ്റി ഗീബത്തല്ലാത്ത സംസാരത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അതും അവൻ ചെയ്യണം. അതവൻ ചെയ്തിട്ടില്ലെങ്കിൽ, ആ ഗീബത്ത് അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫൈലം യഫഅൽ, അവൻ ആ ഗീബത്ത് പറയുന്നത് കേൾക്കാൻ തന്നെ തീരുമാനിച്ചു, അതിനെ എതിർക്കുന്നില്ല, ആ ഗീബത്ത് പറയുന്ന സദസ്സിൽ നിന്ന് എണീച്ചു പോകുന്നില്ല, ഒരു നിലക്കും അതിനെ എതിർക്കുന്നില്ലെങ്കിൽ അവൻ ചെയ്തത് അവൻ തിന്മ ചെയ്തിരിക്കുന്നു, അവനൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്.